ഖമറുന്നിസ അൻവർ ലീഗിന് അങ്ങനെ എഴുതിത്തള്ളാവുന്ന ഒരു നേതാവല്ല. അതുകൊണ്ട് തന്നെയാണ് ബിജെപി പുകഴ്ത്തലുണ്ടായപ്പോൾ ആദ്യം ക്ഷമിച്ചെങ്കിലും ലീഗിന് പിന്നീട് നടപടി എടുക്കേണ്ടിയും വന്നത്. ഒരു നടപടിയിൽ തീർന്ന പ്രശ്നമാണോ കേരള രാഷ്ട്രീയത്തിൽ ലീഗിനിത്? ഉന്നത ലീഗ് നേതാവിന്റെ സമ്മതമുണ്ടായിരുന്നുവെന്ന് ഖമറുന്നിസ തന്നെ പറയുമ്പോൾ ബിജെപി ബന്ധങ്ങൾ പല ആവർത്തി മറുചേരി ആരോപണങ്ങളാക്കിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ഇതാണ്. ഖമറുന്നിസ അൻവറിനെതിരെ ലീഗ് നടപടി എടുത്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നടപടി എടുക്കണ്ട എന്ന ഒരു നിലപാടിലായിരുന്നു എങ്കിലും പിന്നീട് അണികളുടെയും നേതാക്കളുടെയും ഒക്കെ സമ്മർദ്ദത്തെ തുടർന്ന് വനിതാ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അവരെ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇത് ഒരു സൂചകം ആണോ? ഇതിനെ ഏത് വിധത്തിലാകും ലീഗ് കൈകാര്യം ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസിൽ തത്സമയം ചർച്ചയിൽ പങ്കുചേരുന്നത് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു ട്രിവാൻഡ്രത്തു നിന്നും, ഒപ്പം ശ്രീ PS സലീം കോൺഗ്രസ് നേതാവ് കോട്ടയം സ്റ്റുഡിയോയിൽ നിന്നും ജോയിൻ ചെയ്യും, ഒപ്പം മലപ്പുറം സ്റ്റുഡിയോയിൽ നിന്ന് MSF നേതാവ് അഷ്റഫ് അലിയും ജോയിൻ ചെയ്യുന്നതാണ്. ചർച്ച ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ശ്രീ അഷ്റഫ് അലിയിലേക്ക്. ശ്രീ അഷ്റഫ് അലി, ഇവിടെ ആദ്യം ഈ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ നടപടി ഉണ്ടാകും എന്ന് മുതിർന്ന നേതാവായ മായിൻ ഹാജി പറയുന്നത്, അതിന് തൊട്ടു പിന്നാലെ ഖമറുന്നിസയുടെ വശം ചോദിച്ചു. ആ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞ ഒരു കാരണം, തങ്ങൾക്ക് കൊടുത്ത മാപ്പപേക്ഷയിൽ പറയുന്നത് അതൊരു നാവുപിഴയായിരുന്നു അങ്ങനെ സംസാരിച്ചത് എന്നതാണ്. പക്ഷേ ഖമറുന്നിസയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാവുപിഴ ഉണ്ടായാൽ അതിന്റെ വരും വരായികകൾ എന്താകുമെന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിയല്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങനെ വലിയൊരു പിഴവുണ്ടായത്. ആദ്യഘട്ടത്തിൽ അത് മാപ്പ് നൽകി വിടാമെന്ന് തീരുമാനിക്കുന്നു, പിന്നീട് ഒരു നടപടിയിലേക്ക് വരുന്നു. പക്ഷേ ഈ നടപടി കൊണ്ടും പ്രശ്നം തീരുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ അഷ്റഫ് അലി? തീർച്ചയായും ഈ ഒരു നടപടി കൊണ്ട് പ്രശ്നങ്ങളൊക്കെ വളരെ രമ്യമായി അവസാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടി അത്തരമൊരു ആർജവം എടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഇതോടുകൂടി അവസാനിക്കുമെന്ന് പറയാനുള്ള കാരണവും. കാരണം നമുക്കറിയാം, മുസ്ലിം ലീഗ് പാർട്ടിയുടെ വളരെ ശക്തമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി അവരെ തലസ്ഥാനത്തു നിന്ന് മാറ്റി എന്നുള്ളത് BJPയെ ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാനോ അതല്ലെങ്കിൽ അവരെ ഒരിക്കലും തന്നെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ പാടുള്ളതല്ല എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ സൂചനയാണ്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും അതിന് വിശദീകരണം ലഭിക്കുകയും ആ വിശദീകരണത്തിന് ശേഷവും അതുപോലെയുള്ള ചില പരാമർശങ്ങൾ തുടർന്നുമുണ്ടായതുകൊണ്ടാണ് അതിശക്തമായൊരു നടപടിയിലേക്ക് പാർട്ടി പോയത്. ഇത്തരമൊരു ആർജവം കാണിക്കാൻ നിലവിൽ BJPയെ പല പാർട്ടികളിൽ നിന്നും പല ആളുകളും ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലും ലീഗിനെ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ നടപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. CPMൻ്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന PB അംഗമായിരുന്ന, ഇപ്പോഴും PB അംഗമായിട്ടുള്ള പ്രകാശ് കാരാട്ടിൻ്റെ BJP അനുകൂല പ്രസ്താവന ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് മോഡി ഗവൺമെൻറ് ഈസ് എ അതോറിറ്റേറിയൻ നോട്ട് ഫാസിസ്റ്റ് എന്നുള്ള രൂപത്തിലുള്ളൊരു പരാമർശമായിരുന്നു. അതിനെ ഇന്നേ വരെ ചർച്ച ചെയ്യാനോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണം ചോദിക്കാനോ CPMന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മുസ്ലിം ലീഗ് ഇത്തരമൊരു നടപടി എടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ വിശ്വാസ്യതയെയും ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെയും കാണിക്കുന്നുണ്ട്. ആ സമയത്ത് CPIയുടെ വിദ്യാർത്ഥി നേതാവായ കനയ്യകുമാർ ഉൾപ്പെടെ വെല്ലുവിളിച്ചിട്ടുണ്ട്. താങ്കൾക്ക് റിട്ടയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ റിട്ടയർ ചെയ്ത് ന്യൂയോർക്കിൽ പോവുക എന്നാണ് കനയ്യയുടെ പ്രതികരണം ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, BJPയെ ഒളിഞ്ഞും തെളിഞ്ഞും ആരൊക്കെ ഇന്ത്യയിൽ അനുകൂലിക്കുകയോ ചെയ്തിട്ടുണ്ടോ അവരെ ഒന്നും തന്നെ വളരെ കൃത്യമായ ഒരു നിർണയ രേഖയിൽ നിർത്താൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു 2 ദിവസത്തിനകം തന്നെ അത്തരം കാര്യത്തിൽ കൃത്യത വരുത്തുകയും ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ BJPയെ ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന കൃത്യമായ ഒരു നിർദ്ദേശവും അതുപോലെ തന്നെ കൃത്യമായൊരു നിലപാടും ഈ സമൂഹത്തിൽ നൽകിയിരിക്കുന്നു, പ്രത്യേകിച്ചും അവർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തുടർന്നുള്ള അതിൻ്റെ ഒരു അവലോകനത്തിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഞാൻ തിരികെ എത്താം. ശ്രീ PS സലീം, ഇവിടെ ആ വിധത്തിൽ ആശ്വാസകരമാണ് ഇങ്ങനെ ഒരു നടപടി, അത് വലിയൊരു മാതൃകയാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യം, ഖമറുന്നിസ അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി വെറും ഒരു ലീഗ് താഴേക്കിടയിലേക്കുള്ള ഒരു പ്രവർത്തകയല്ല. അവർ സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം സ്ത്രീയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പോലും ലീഗിന് പല ഘട്ടത്തിലും ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ഒരു ലീഗിൽ നിന്നും മത്സരിച്ച ഏക വനിത, ആ വിധത്തിൽ
വിധത്തിലൊക്കെ കൂടിയും വളരെ പ്രാധാന്യത്തോടുകൂടി ലീഗ് വിഷയങ്ങൾ അല്ലെങ്കിൽ ആ വിധത്തിൽ തന്നെ സ്ഥാനമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. 97-ൽ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്തേക്ക്, അതായത് തുടങ്ങിയപ്പോൾ മുതലേ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന ഒരു വ്യക്തി. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങനെ ഒരു പിഴവുണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നടപടിക്ക് അപ്പുറത്ത് നിന്ന് നിലവിൽ UDF-ഉം ലീഗും ഒക്കെ സ്വീകരിക്കുന്ന ഒരു BJP വിരുദ്ധ നിലപാട്, അതിപ്പോൾ ഈ കഴിഞ്ഞ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ പോലും ആവർത്തിച്ച് പറഞ്ഞിരുന്ന ആ ഒരു BJP വിരുദ്ധ നിലപാടിനൊക്കെ തന്നെയും ഒരു മറുഭാഗമായി ഒരുപക്ഷെ ഈ ഒരു വിഷയം ഒരു ചോദ്യചിഹ്നത്തിന് മുൻപിൽ കൊണ്ട് നിർത്തില്ലേ? അത് ആ വിധത്തിൽ കൂടി കാണേണ്ടതല്ലേ ശ്രീ പി. സലീം? അല്ല, സൗമ്യ പറഞ്ഞ ചില പ്രസക്തമായ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുന്നില്ല. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ പാലിക്കേണ്ട ഔചിത്യവും മിതത്വവും ഒക്കെ എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സൗമ്യ സൂചിപ്പിച്ചതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗും സ്വീകരിക്കുന്ന ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരായും സംഘപരിവാറിനെതിരായും സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെ ഒരു തുടർച്ച എന്നതിൽ, പ്രത്യേകിച്ച് മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ നിലപാട്, ആ നിലപാടിന് മലപ്പുറത്തെ വോട്ടർമാർ നൽകിയ അംഗീകാരവും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഉജ്ജ്വലമായ വിജയവും ഇതൊക്കെ ചേർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വനിതാ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അളവിൽ ഉള്ള ഒരു ഔചിത്യക്കുറവ്. പക്ഷേ അത് ലീഗ് നേതൃത്വം കൈകാര്യം ചെയ്ത രീതി കൃത്യമായി അവരുടെ മാപ്പപേക്ഷ സ്വീകരിക്കുകയും പക്ഷേ വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, അവരുടെ മാപ്പപേക്ഷ സ്വീകരിച്ച് ശിക്ഷ നടപടി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ തന്നെ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അവർ മാറ്റി നിർത്തപ്പെട്ടത് സംഘപരിവാറിനെതിരായി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതാണ്. ഇത് കേരളീയ സമൂഹവും കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു നിലപാടാണ്. ആ നിലപാടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നയസമീപനവുമായി ചേർത്ത് വായിക്കേണ്ടതുമാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ലീഗ് എടുത്തിരിക്കുന്ന ഇന്നത്തെ നടപടിയെ ഇപ്പോൾ ശ്രീ സലിം ആയാലും ശ്രീ അഷ്റഫ് അലി ആയാലും ഒക്കെ പ്രശംസിക്കുന്നുണ്ട് എങ്കിലും അതിനുമപ്പുറത്തേക്ക് ഖമറുന്നിസ എന്ന നേതാവ് ചെയ്തതിന് പിന്നിലെ ചേതോ വികാരവും ഒരുപക്ഷെ അവർ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയതിൻ്റെ പിന്നിലെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കില്ലേ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അല്ല, ഖമറുന്നിസ ഒരു സാധാരണ അംഗമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞു. അതുമാത്രമല്ല, അവരുടെ വനിതാ വിങ്, വനിതാ ലീഗിൻ്റെ ഏറ്റവും ഉന്നതയായ നേതാവുമാണ് ഖമറുന്നിസ. അത്തരമൊരു സാഹചര്യത്തിൽ BJPയെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അഷ്റഫ് അലി ആരാണത് വിശ്വസിക്കുക? BJP എന്ന പാർട്ടിയുടെ യോഗത്തിലോ അല്ലെങ്കിൽ അവർ സംഘടിപ്പിക്കുന്ന ഒരു മീറ്റിങ്ങിലോ ഒക്കെ ഔപചാരിക സ്വഭാവത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാറുണ്ട്. മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ പോകുന്ന ആളുകൾ അവരുടെ നിലപാട് വ്യക്തമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ പിരിവിൻ്റെ രീതി. സലീം, സാധാരണഗതിയിൽ ഇടതുപക്ഷക്കാർ നിൽക്കുന്ന സ്ഥലത്ത് BJPയോ കോൺഗ്രസോ ഒന്നും അവരുടെ പാർട്ടി പിരിവിനായിട്ട് പോകാറില്ല. അങ്ങനെ ഒരു രീതിയില്ല. ബഹുജന സംഘടനകളാണ് എല്ലാ ജനവിഭാഗങ്ങളെയും പിരിവിനായി അഭിമുഖീകരിക്കുന്നത്. പാർട്ടിക്കാരാണ് പാർട്ടിക്കാരുടെ പിരിവിന് പോകുന്നത്. പൊതുവിൽ അങ്ങനെയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. പോയിക്കൂടാ എന്നൊന്നുമില്ല, പക്ഷേ പൊതുവിൽ അങ്ങനെ കണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു രാഷ്ട്രീയ പരിഗണന ഈ കാര്യത്തിലുണ്ട്. അവർ വിശ്വസിക്കുന്ന പാർട്ടിക്ക് മാത്രമേ പാർട്ടിക്കാർ പണം കൊടുക്കുകയുള്ളൂ എന്നൊരു ധാരണ ഉണ്ടാക്കാൻ പാകത്തിൽ പൊളിറ്റിക്കലി ലിറ്ററേറ്റാണ് മലയാളി. രാഷ്ട്രീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഖമറുന്നിസയുടെ അടുത്തേക്ക് അവർ പണപ്പിരിവിന് പോകുന്നു? ഇത് അഷ്റഫ് അലി പറയുന്നില്ല. അത് പോകട്ടെ, ഇനി പോയി ഉടനെ അവരതിനെ ഉദ്ഘാടനം ചെയ്യുക ചെയ്യുന്നത്. പണപ്പിരിവ് നൽകി എന്നതോ
അതിനെ എൻ്റർടൈൻ ചെയ്തു എന്നതുമല്ല, അത് ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്തത് ടെലിവിഷനിൽ പകർത്തി ജനം TV കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യം പറയുന്നതേയില്ല. ഞാൻ പറയുന്നത്, ഞാൻ ഈ വാർത്ത വായിച്ച് അത്ഭുതപ്പെട്ടു. വാർത്ത വന്നപ്പോൾ തന്നെ നടപടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നടപടി വേണ്ട എന്ന് ലീഗ് നേതൃത്വം തീരുമാനിക്കുന്നു. കാരണം അവർ അവരുടെ അപജയം എന്ത് എന്ന് മനസ്സിലാക്കി നടപടി വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നടപടി എടുക്കുന്നു. അതിനു പറഞ്ഞ ന്യായീകരണം അവരുടെ നിലപാട് വീണ്ടും ആളുകളുടെ ഇടയിൽ അവർ ആവർത്തിച്ചു എന്നും അത് പാണക്കാടിലേക്ക് എത്തിച്ചേർന്നുവെന്നും അതിനകത്തുനിന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു എന്നുമാണ്. ഇതിനകത്ത് നിന്ന് അഷ്റഫ് അലി, ഞാൻ ചില അനുമാനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ലീഗിനെയൊക്കെ എന്നെപ്പോലെയുള്ള ആളുകൾ, നമ്മളൊന്നും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊന്നും അല്ലല്ലോ, അങ്ങനെയുള്ള ആളുകൾ പരിഗണിക്കുന്നത് അടിസ്ഥാനപരമായും BJP വിരുദ്ധ പ്രസ്ഥാനമെന്നാണ്. എതിർക്കുന്ന പ്രസ്ഥാനം എന്നല്ല, BJP വിരുദ്ധ പ്രസ്ഥാനം, CPM-നെ പോലെ തന്നെ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുമ്പം ലീഗിൽ നിന്ന് ഗൗരവതരമായ ഒഴിഞ്ഞുപോക്കൊന്നും BJPക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടില്ല എന്ന് നിരീക്ഷിച്ച ആളുകളിൽ ഒരാളാണ് ഞാൻ. അങ്ങനെയൊക്കെ നിരീക്ഷിക്കുന്നത് ലീഗിനെ വിശ്വസിച്ചുകൊണ്ടാണ്. ആ വിശ്വാസം ലീഗിൻ്റെ മേൽ അണികൾ മാത്രമല്ല, പ്രബുദ്ധ കേരളം അല്ലെങ്കിൽ ജനാധിപത്യ കേരളം നൽകിയ ലീഗിൻ്റെ മേലുള്ള വിശ്വാസം നിലനിർത്താൻ ലീഗിൻ്റെ ഒരു നേതാവിന് കഴിയാതെ പോകുമ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം ഞങ്ങൾ നടപടി സ്വീകരിച്ചുവെന്ന് സായുജ്യമടയുകയാണെങ്കിൽ, ഇനി അതിൻ്റെ കാര്യത്തിലും ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടാണ് സായുജ്യം അടയുന്നത് എങ്കിൽ നിങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ വികാരത്തിൻ്റെ മാപിനി എന്ത് എന്ന് മലയാളികൾ ഒരിക്കൽ കൂടി സംശയത്തോടെ നോക്കും. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടി വളരെ ശ്രദ്ധേയമായി സൂചിപ്പിക്കേണ്ട ഒരു വിഷയം കൂടി ഉണ്ട്. ഇവിടെ ശ്രീ അഷ്റഫ് അലി, ഇന്നിപ്പോൾ ഈ തിരൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഈ ഫണ്ട് കൈമാറുന്നു, പണം നൽകുന്നു, ഇത്രയും ചടങ്ങുകൾ നടക്കുന്നു. ഇവിടെ ശ്രീ ഭാസ്കരൻ ബാബു സൂചിപ്പിച്ചതുപോലെ ജനം TV അടക്കമുള്ള ചാനലുകൾ അത് ലൈവ് നൽകുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ തന്നെയാണ് ഈ കൊടിഞ്ഞി ഫൈസൽ വധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗ് എടുത്തിട്ടുള്ള നിലപാട് എത്രത്തോളം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഇതിലെ പ്രതികൾക്ക് എല്ലാ വിധത്തിലുള്ള നിയമസഹായമായാലും മറ്റെല്ലാ സഹായങ്ങളും നൽകുന്നത് BJP-യുടെ ഇതേ തിരൂർ മണ്ഡലം കമ്മിറ്റിയാണ്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഫണ്ട് കൈമാറിയിരിക്കുന്നത് എന്നൊക്കെ കൂടി പറയുമ്പോൾ ഇതിന് ഉറപ്പായും ലീഗ് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ലേ കാര്യങ്ങൾ? ശ്രീ അഷ്റഫ് അലി. ഇവിടെ ശ്രീ ഭാസ്കരേന്ദ്രബാബു സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കാണ് ആദ്യം വരുന്നത്. ഖമറുന്നിസ അൻവർ തീർച്ചയായും മലപ്പുറത്തെയും അതുപോലെ തന്നെ തിരൂരിലെയും ഒക്കെ വളരെ പ്രശസ്തയായ സാമൂഹിക പ്രവർത്തകയാണ്. അവർ ഏറെ സൽക്കാരപ്രിയയും ആതിഥേയത്വം ഏറെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന നല്ല ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് അവരുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ബന്ധങ്ങളനുസരിച്ച് ആളുകൾ അവരിലേക്ക് പല കാര്യങ്ങൾക്ക് വരുന്നതിനെ നമ്മൾ ആ രീതിയിൽ കാണേണ്ടതില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചാനലുകളുമായും അതുപോലെയുള്ള മറ്റു പരിവാരങ്ങളുമായും ഒരു ഫണ്ട് ഉദ്ഘാടനം എന്ന രൂപത്തിലേക്ക് വരുന്ന സമയത്ത് അവർ അതിൽ നിന്നും മാറി നിൽക്കേണ്ടതായിരുന്നു. അവിടെ രാഷ്ട്രീയപരമായി അവർ ഒരല്പം മാറി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രശ്നത്തിൽ അവർക്ക് മാറി നിൽക്കാമായിരുന്നു. അതുകൊണ്ട് അവരിലേക്ക് വന്നു എന്നുള്ളതിനെ ഒരു വലിയ തെറ്റായി നമുക്ക് കാണാൻ സാധിക്കില്ല. അതേസമയം അവരതിൽ കാണിച്ചിട്ടുള്ള ഒരു അവധാനതക്കുറവാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ BJP അനുകൂലിച്ചുള്ള അവരുടെ സംസാരങ്ങൾ അത് വീണ്ടും തുടർന്നതൊക്കെയാണ് ഈ രീതിയിൽ മുസ്ലിം ലീഗിനെ ഒരു നടപടിയിലേക്ക് കൊണ്ടുപോയത്. അതോടൊപ്പം നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ് ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിന് BJP പ്രതിരോധിക്കുന്നതിന് ഇതുപോലെയുള്ള നിലപാടെടുത്താൽ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള ഭാസ്കരേന്ദ്ര ബാബുവിൻ്റെ ആ ഒരു സംശയത്തിനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ജിജ്ഞാസക്കോ ഒരു അടിസ്ഥാനവും വേണ്ട. അത് മനസ്സിലാക്കേണ്ടത് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പ് അതിൻ്റെ വളരെ പ്രകടമായ ഒരു ഉദാഹരണമാണ്. മലപ്പുറം തെരഞ്ഞെടുപ്പ് നമ്മൾ കാണേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു വിജയം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 25 വർഷമായി BJPക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാവുകയോ ലഭിച്ച വോട്ടിൽ നിന്നും കുറവ് വോട്ടുകൾ ലഭിക്കുകയോ ചെയ്ത് BJP ഫിനിഷ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് മലപ്പുറത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഫാസിസത്തെയും BJPയെയും ഏത് വിധത്തിൽ പ്രതിരോധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായും ബോധ്യമുള്ള നേതൃത്വം മുസ്ലിം ലീഗിനുണ്ട്, ഐക്യമുന്നണിക്കുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അണികളും ലീഗിനുണ്ട് എന്നുള്ളത് അത്തരത്തിൽ ഭാസ്കരേന്ദ്ര ബാബുവിൻ്റെ ഒരു സംശയങ്ങൾക്കും ഒരു തരത്തിലുള്ള
അടിസ്ഥാനവുമില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ്. ഇത് തന്നെയാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിരന്തരമായി സംസാരിക്കാനും പറയാനുമുള്ളത്. അതേസമയം ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും BJPയെ ഒളിഞ്ഞും തെളിഞ്ഞും അനുകൂലിക്കുന്നതിനെ ഒരു തരത്തിലും അതിനെതിരെ നടപടിയെടുക്കാനോ അത് ചർച്ച ചെയ്യാനോ എന്തിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ പോലും തയ്യാറാവാത്ത സാഹചര്യമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടാണ് CPM ഇപ്പോൾ നമുക്കറിയാമല്ലോ BJPയെ പ്രതിരോധിക്കുന്നതിൽ ഞങ്ങളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പ്രകാശ് കാരാട്ടിൻ്റെ ആ പ്രസ്താവനയെ ബാസുരേന്ദ്രബാബു എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മറുപടി പറയുന്നത് എന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹം മറുപടി പറയും. ഇനി എന്റെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയില്ല. ശ്രീ അഷ്റഫ് അലി, ഇതേ തിരൂർ BJP മണ്ഡലം കമ്മിറ്റിയാണ് ഈ കൊടിഞ്ഞി ഫൈസൽ വധവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് വേണ്ടി എല്ലാ നിയമസഹായവും ചെയ്യുന്നത്, എല്ലാ ധനസഹായവും ചെയ്യുന്നത്. ആ വിഷയം ഖമറുന്നിസ അൻവർക്ക് അറിയില്ലായിരുന്നോ? അല്ല, നമ്മൾ ഒരു വിഷയത്തിൽ ഖമറുന്നിസ അൻവർ എന്ന വ്യക്തിക്ക് സംഭവിച്ചൊരു പിഴവിനെ നമ്മൾ വളരെ കൃത്യമായും അനലൈസ് ചെയ്തു. അവർക്ക് BJPക്ക് കോടികളൊന്നും സംഭാവന കൊടുത്തിട്ടില്ല. ഉദ്ഘാടനം ചെയ്യുന്നു അവിടെയാണെന്ന് ശ്രീ കോടിയേരി ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണെങ്കിൽ ഇനി പ്രവർത്തന ഫണ്ട് തങ്ങളായിരിക്കുമല്ലോ ഉദ്ഘാടനം ചെയ്യുക എന്ന തരത്തിലൊക്കെ. അത് ഉദ്ഘാടനം നടന്നു, TV ചാനലുകൾ അത് തത്സമയം എടുത്തു. വെറും ഒരു ഫണ്ട് കൈമാറ്റം മാത്രമായിരുന്നില്ല. BJPയെ പ്രശംസിച്ച് സംസാരിച്ചു. CPM സെക്രട്ടറി എന്ന് പറയുന്ന പദവിക്ക് നിരക്കാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്നാണോ അഷ്റഫ് അലി? ഇതേ കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് മലപ്പുറത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഹൈദരലി ശിഹാബ് തങ്ങളെ യോഗി ആദിത്യനാഥുമായി ഉപമിച്ചത്. അങ്ങനെ പൊതുസമൂഹത്തിൽ ഏറെ പഴികേൽക്കുകയും അനവസരത്തിലായി എന്ന് ഇടതുപക്ഷക്കാർക്കിടയിൽ പോലും അഭിപ്രായങ്ങൾ പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇതുമായി കൂട്ടിയോജിപ്പിക്കേണ്ടതില്ല. ഖമറുന്നിസ അൻവറിന് സംഭവിച്ചിട്ടുള്ള ഒരു പിഴവിന് കൃത്യമായി പരിഹാരമുണ്ടായിട്ടുണ്ട്. ആ പരിഹാരത്തെ മുസ്ലിം ലീഗ് വളരെ സംയോജിതമായി ശ്രീ പ്രിയ സലീം, ഇവിടെ നടപടി എടുത്തു എന്ന വിഷയം എന്നതല്ല ഇവിടെ വിഷയം. ആദ്യഘട്ടത്തിൽ മാപ്പ് പറയുന്നു, തനിക്ക് അങ്ങനെ ഒരു നാവുപിഴ സംഭവിച്ചു എന്ന് പറയുന്നു, നടപടി എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നു, പിന്നീട് നിലപാട് ആവർത്തിക്കുന്നു. ആ വിഷയം നിലപാട് ആവർത്തിച്ച് പറയുന്നതെല്ലാം തന്നെ വീണ്ടും തങ്ങളുടെ പക്കലേക്ക് എത്തുന്നു, നടപടി എടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരുന്നു. ഇവിടെ ഖമറുന്നിസ അൻവറിന് ആ നിലപാട് ആവർത്തിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്നതാണ് ഇവിടെ അവശേഷിക്കുന്ന ചോദ്യം. ശ്രീ പി എസ് സലീം. അല്ല, സൗമ്യ പറഞ്ഞ ശരിയല്ല. നടപടി എടുത്തു എന്നുള്ളത് അതൊരു വിഷയം തന്നെയാണ്. കാരണം ആദ്യം മാപ്പ് നൽകുകയും പിന്നീട് അവരുടെ ഒരു തുടർ നടപടികൾ ഒരു നടപടിയുടെ അനിവാര്യതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര കേരളത്തിൻ്റെ വികാരങ്ങൾ മാനിച്ചുകൊണ്ടാണ് അവരോടൊപ്പം നിന്ന ഒരു പതിറ്റാണ്ടുകളായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിന്ന ഒരു വനിതാ നേതാവിനെ ഒരു നിമിഷം കൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിൽ തീർച്ചയായും ആ നടപടി എടുത്തതിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇവിടെ ബാസുരേന്ദ്രബാബു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ ഈ ഖമറുന്നിസ അൻവർ സ്വീകരിച്ച ഒരു നിലപാട് അത് മുസ്ലിം ലീഗിന്റെ നിലപാടാണെന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം ഈ ചർച്ചയെ വളരെ ഭംഗിയായി ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയല്ല. ഇവിടെ വനിതാ ലീഗ് അധ്യക്ഷ ഒരു മുതിർന്ന വനിതാ നേതാവ് അവരെ ഏതൊക്കെ നിലകളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരുപക്ഷെ മുസ്ലിം ലീഗിലെ വനിതകളെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ത്രീയായി തന്നെ വേണം ഖമറുന്നിസ അൻവറിനെ നമ്മൾ കാണാൻ. നമ്മൾ കണ്ടതല്ലേ, പൊതുവേദിയിൽ കയറി തനിക്ക് സംസാരിക്കണം എന്ന് ധൈര്യത്തോടു കൂടി പറയാൻ ലീഗ് നേതാക്കളുടെ ഇടയിൽ നിന്ന് പറയാൻ അത് മൈൻ ഹാജി തടഞ്ഞിരുന്നു. എങ്കിൽ പോലും അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചൊരു സ്ത്രീയാണ്. അവർക്കാണ് ആവർത്തിച്ച് തന്റെ നിലപാട് ഇത് തന്നെയാണ്, BJPയെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് എന്ന് അവർക്ക് ആവർത്തിച്ച് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. അത് അവരുടെ അപജയമാണോ ലീഗിന്റെ അപജയമാണോ? ശ്രീ സലീം. അല്ല, സോ വാട്ട് സൗമ്യ, അത് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകിയ ഒരു മുസ്ലിം ലീഗ് എന്ന പാർട്ടി, ആ പാർട്ടിയുടെ നേതാവായി നിന്നിരുന്ന, അല്ലെങ്കിൽ സൗമ്യ സൂചിപ്പിച്ചതുപോലെ അവരുടെ വനിതകളുടെ നേതാവായി കേരളത്തിൽ നിന്നിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു നിലപാട് മാറുമ്പോൾ ഒരുപക്ഷെ ഇത്തരം സംഘപരിവാറിന്റെയും അല്ലെങ്കിൽ ഫാസിസത്തിന്റെയും കെണിയിൽ വീഴുമ്പോൾ അതിനെ കൃത്യമായി ഒരു ടൈംലി ഇന്റർവെൻസ് കൊണ്ട് അത് നേരിടാൻ
മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളത് ആ കെണിയിൽ ഇത് വീഴുമെന്ന് സമ്മതിക്കുന്നുണ്ട്. ലീഗിന്റെ നയസമീപനങ്ങളുടെ ഭാഗമല്ല എന്ന് മതേതര കേരളത്തെ ബോധ്യപ്പെടുത്താൻ ലീഗിന് കഴിഞ്ഞു. അവിടെയാണ് ശ്രീ വാസുദേന്ദ്ര ബാബു ആ കെണിയിൽ വീണു എന്ന് ശ്രീ പി. സലീം സമ്മതിക്കുന്നുണ്ട്. അല്ല, അതിനകത്ത് അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ കെണിയിൽ വീഴുന്നതല്ല, അതിൻ്റെ അതിജീവനം സാധ്യമാകുന്നു എങ്കിൽ, ലീഗിന് തന്നെ അടിയന്തരമായ നടപടി സ്വീകരിച്ചത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അഷ്റഫ് അലിയിൽ തന്നെ എനിക്ക് അതിൻ്റെ മറുപടി പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അഷ്റഫ് അലി പറഞ്ഞു അവിടെ BJPയെ തകർക്കുന്ന കാര്യത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും മുസ്ലിം സമുദായത്തിൻ്റെ ഫാസിസ്റ്റ് വിരോധത്തിൻ്റെ കുന്തമുന ശക്തിപ്പെടുത്തി വൻ വിജയം UDF നേടുകയും ചെയ്തു, അല്ലെങ്കിൽ ലീഗ് നേടുകയും ചെയ്തു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വസ്തുതാപരമല്ല അഷ്റഫ് അലി. അതാണ് ഞാൻ പറയുന്നത്. വസ്തുതാപരം അല്ല എന്ന് പറയുമ്പോൾ എനിക്ക് അതിന് തെളിവ് തരാൻ പറ്റും. ഒന്നാമത്, കഴിഞ്ഞ തവണത്തെ അത്രയും തിളക്കമായിരുന്നൊരു വിജയമുണ്ടായില്ല. അത് മോശമല്ല, മെച്ചപ്പെട്ട വിജയമാണ്. കഴിഞ്ഞ തവണയുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട വിജയമല്ല ഒന്ന്. മറ്റൊന്ന്, അവിടെ 3 ലക്ഷത്തിൽ പരം വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്ന് BJP സ്ഥാനാർത്ഥി പറഞ്ഞത് 3.5 ലക്ഷം ഹിന്ദുക്കളെ കണ്ടുകൊണ്ടാണ്. അതിൽ ഒരൊറ്റ ഹിന്ദു കൂടുതലായി വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ലീഗിനല്ല സർ പോകുന്നത്, മറിച്ച് ഇടതുപക്ഷത്തിന് തന്നെയാണ്. അല്ലെങ്കിൽ ബാക്കി UDF ഒന്നും അത്ര ശക്തമല്ലല്ലോ അവിടെ. ഇടതുപക്ഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൂടെ ശക്തി പ്രാപിച്ചിട്ടുണ്ട് അവിടെ. അത് താങ്കളും സമ്മതിക്കുന്നൊരു കാര്യമായിരിക്കും. അങ്ങനെ ഉറച്ച നിലപാട്, ഞാൻ പറയുന്നത് BJP 1 ഇഞ്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യത്തിൽ UDFൻ്റെ അത്രമേയോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിലോ ഉറച്ച നിലപാട് LDFും എടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നല്ല കാര്യം, ആരുടെ എഫർട്ട് കൊണ്ടാണെങ്കിലും ആ റിസൾട്ട് നല്ല കാര്യമായിരുന്നു. ഇനി നമുക്കൊരു കാര്യത്തിലേക്ക് വരാം. ഞാൻ വളരെ ആപൽശങ്കയോടെയാണ് ഇത് കാണുന്നത്, ലീഗ് നേതൃത്വം കാണുന്നതിനേക്കാൾ കൂടുതൽ. അതിന് കാരണം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്ക് അവരെ പുറത്താക്കേണ്ടി തന്നെ വരും അഷ്റഫ് അലി. അതിന് കാരണം പുറത്താക്കൽ അവർ ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ അവർക്കറിയാത്തതല്ല ഇത് ഉദ്ഘാടനം ചെയ്യരുത് എന്ന്. ഉദ്ഘാടനം ചെയ്താൽ വരുന്ന ഭവിഷ്യത്ത് അവർക്കറിയാവുന്നതാണ്. ആ ഭവിഷ്യത്ത് അവർക്ക് ലഭിക്കാതിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞതുപോലെയാണെങ്കിൽ അവരവരുടെ നിലപാട് സംസാരിക്കുകയും അത് ഇലക്ട്രോണിക് മീഡിയയിലൂടെ ടേപ്പ് ചെയ്ത് വെച്ച് അത് എത്തേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്തുകൊണ്ട് നടപടി നിർബന്ധിതമായി വാങ്ങുന്നു. ഞാൻ മനസ്സിലാക്കുന്ന രീതികളാണ്. അങ്ങനെ അല്ലെങ്കിൽ താങ്കൾക്ക് പറയാം, ഇനി അങ്ങനെയല്ലെങ്കിൽ താങ്കൾ അങ്ങനെ സംശയിക്കണം, അതാണ് ശരിയായ രാഷ്ട്രീയം. അങ്ങനെ വരുമ്പം വാസുദേന്ദ്രബാബു പറയുന്നിടത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കണം. അവർ നിർബന്ധപൂർവ്വം അച്ചടക്കത്തിന് നടപടി ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ BJPയിൽ നിന്ന് ആ നടപടിയിലൂടെ കാര്യമായി എന്തോ അവർ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പം ഞാൻ സംശയങ്ങൾ മാത്രമാണ്, ഈ സംശയങ്ങൾ ശരിയാവുകയാണെങ്കിൽ താങ്കളെടുത്ത നിലപാട് തെറ്റ്. അവിടെയാണ് സത്യസന്ധമായി സലീം നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ പറയുന്നത്. അതിനും കാരണമുണ്ട്. കാരണം UP തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുസ്ലിങ്ങളോട് BJP എടുത്ത സമീപനം എന്തായിരുന്നു? ആ സമീപനത്തിൽ മുത്തലാഖ് എന്ന ഇഷ്യൂ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. മുത്തലാഖിനെ മുൻനിർത്തി വലിയ വിശുദ്ധരായി അവർ രംഗത്ത് വരികയാണ്. ഏറ്റവും വലിയ ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സിൻ്റെ ഏജൻ്റായി അവർ രംഗത്ത് വരുമ്പോൾ അതിൻ്റെ അപകടങ്ങൾ നിങ്ങൾ കാണാത്തതല്ല, കാണുന്നില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. അതും നേരത്തെ സൂചിപ്പിച്ച മൊയ്നി ഹാജിയുടെ പ്രസ്താവനയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഖമറുന്നിസ സംസാരിച്ചു തുടങ്ങിയാൽ അതിന് ഒരു കാതോർക്കാൻ പറ്റുന്ന ഒരു സ്ത്രീജന ശ്രദ്ധ ആ ജില്ലയിൽ തന്നെ വന്നുകൂടായികയൊന്നുമില്ല. അതിൻ്റെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഞങ്ങളെല്ലാം ചെയ്തു, ഇടതുപക്ഷത്തേക്കാൾ എത്രയോ മുന്നിലായി ഇടതുപക്ഷം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഫാസിസ്റ്റെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായമുണ്ട്. അതെന്താണ് ഭിന്നാഭിപ്രായം? താങ്കൾ സൂചിപ്പിച്ചത് മാതിരി റഷീം അതോറിറ്റേറിയൻ ആണോ ഫാസിസ്റ്റ് ആണോ? ഇതാണ് സാർ തർക്കം. അതേ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോയിൽ വ്യത്യസ്ത അഭിപ്രായം വന്നു. റഷീം ഇപ്പോഴും അതോറിറ്റേറിയനാണ്, ഫാസിസ്റ്റ് ആയിട്ടില്ല. ഫാസിസ്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ സംവിധാനങ്ങളെ അംഗീകരിക്കുന്ന മുഖം മൂടി എന്ന നിലയ്ക്കെങ്കിലും അംഗീകരിക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്, പാർലമെൻറ്റ് നിലനിൽക്കുന്നുണ്ട്. അതാ പ്രകാശ് കാരാട്ട് പറയുന്നത്. അതിനെതിരെയാണ് ജനറൽ സെക്രട്ടറി സംസാരിച്ചത്, ശരിയാണ്. പക്ഷേ അപ്പോഴും റഷീമിനെ സംബന്ധിച്ച് ഏകാധിപത്യം എന്നുള്ള ധാരണയെങ്കിലും ഉണ്ടല്ലോ. അതാണ് മാർക്സിസ്റ്റുകാർ ഈ ഫണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകാത്തത്. ദേ ആർ മോർ പൊളിറ്റിക്കൽ ദാൻ യുവർ കേഡേഴ്സ്. അത് മനസ്സിലാക്കുന്നതിന് പകരം ഞങ്ങളങ്ങ് ചെയ്തു എന്ന് പറയുമ്പം പുര കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാരും അതിന് തീ കൊളുത്താൻ വരുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്.
ബാക്കി ഞാൻ തുടർന്ന് പറയാം. അവിടെയാണ് ശ്രീ അഷ്റഫ് അലി, ആ പുറത്താക്കൽ അവർ ആഗ്രഹിച്ചിരുന്നതാണ്, അവർ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ടാണ് രണ്ടാമതും തന്റെ നിലപാട് ആവർത്തിക്കേണ്ടി വന്നത് അവർക്ക്. സ്വാഭാവികമായും ബാക്കി ഇങ്ങോട്ട് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീ അഷ്റഫ് അലി. ഇല്ല, ഒരിക്കലും അല്ല. അത് ഭാസ്കരേന്ദ്ര ബാബു അദ്ദേഹത്തിൻ്റെതായ നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. അതിന് മുഴുവൻ മറുപടി പറയേണ്ട കാര്യമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം, മലപ്പുറം ഇലക്ഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ അതിൻ്റെ അവസാന ഭാഗമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മലപ്പുറത്ത് BJP അനുകൂല ബൂത്തുകളിൽ, അതല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്ത ബൂത്തുകളിൽ ഉൾപ്പെടെ നിങ്ങൾ പരിശോധിച്ചാൽ അവിടങ്ങളിലൊക്കെയും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി, UDFിൻ്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തേ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയുള്ള 3.5 ലക്ഷം ഹിന്ദുക്കളിൽ നിന്നും കൂടുതൽ വോട്ട് CPM നേടിയത് കൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചത് എന്നൊക്കെയുള്ളത് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ അതിൻ്റെ ഫലത്തെക്കുറിച്ചോ കൃത്യമായ അവലോകനം നടത്താത്തത് കൊണ്ടാണ്. ഞാനതിലേക്ക് പോകുന്നില്ല, ഞാൻ അവിടെ അത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊന്നുള്ളത്, ഇന്ത്യയിലെ CPMൻ്റെ ദാർശനികമായ പല നിലപാടുകളും പൊളിറ്റിക്കലായ നിലപാടുകളും എങ്ങനെ BJP വളരുന്നതിന് സഹായിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോഴോട് പറയാൻ കഴിഞ്ഞു, CPMൻ്റെ പോളിറ്റ് ബ്യൂറോക്കകത്ത് ഉള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രകാശ് കാരാട്ടിൻ്റെ അഭിപ്രായമാണ് എന്നുള്ളത്. അത് അറിയാവുന്ന ജനങ്ങൾ വളരെ കുറവാണ്. അതിനപ്പുറത്ത് പ്രകാശ് കാരാട്ട് ഫാസിസ്റ്റ് ഗവൺമെൻറ് അല്ല മോഡിയുടേത് എന്ന് പറഞ്ഞു എന്നുള്ളതിനാണ് ജനങ്ങൾ കൂടുതലായി വായിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയുവാനുള്ളത്, 1975 ശേഷം നടന്ന, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങി ഈ VP സിംഗിൻ്റെ അതുപോലെ തന്നെ മൊറാർജി ദേശായിയുടെ ഒക്കെ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നതിലും BJPയെ കൂട്ടുകൂടുക്കുന്നതിലും ഒക്കെ ആരാണ് മുന്നിൽ നിന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇന്നത്തെ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ ഭാരതീയ ജനസംഘത്തിൻ്റെ കൂടി പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളത് ഭാസ്കരേന്ദ്ര ബാബുവിനെ അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഒരുപാട് സമയങ്ങളിൽ BJPയെ വലിയ 2 MP-മാരിൽ നിന്നും ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുന്നതിൽ ഇവിടുത്തെ CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഒരിക്കലും തന്നെ BJPയെ വളർത്തുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ BJPയെ ഇനി വളരാൻ വേണ്ടിയോ ഉള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഖമറുന്നീസ അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവിച്ചൊരു പിഴവാണ്. ആ പിഴവിന് അവർ മാപ്പപേക്ഷിച്ചു, ആ മാപ്പപേക്ഷ പരിഗണിച്ചു, പിന്നെയും ആവർത്തിക്കുന്ന സമയത്ത് പാർട്ടി നടപടിയെടുത്തു എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായ ഒരു മെസ്സേജ് തന്നെയാണ്. അവർക്ക് നടപടി ഉണ്ടാകാതെ സ്വാഭാവികമായും ഈ പൊസിഷനിലിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലീഗ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ കാര്യമാണ്. അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതൊരു അവസരമായി കണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവരതല്ല ചെയ്തത്. ആ നിലപാട് ആവർത്തിച്ചു. അത് തങ്ങളിലേക്ക് പോലും എത്തത്തക്ക രീതിയിൽ അത്രയും ട്രാൻസ്പെറന്റ് ആയി തന്നെ ആ നിലപാട് ആവർത്തിച്ചു എന്ന് പറയുമ്പോൾ അവിടെയാണ് ചോദിക്കുന്നത്, ഖമറുന്നീസയ്ക്ക് അങ്ങനെ ആവർത്തിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അത് അവർ സ്വയം തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയല്ലേ? ആദ്യഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ BJPയുടെ ഒരു ട്രാപ്പെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞതിനെ ഒഴിവാക്കാനാകുമോ? ഖമറുന്നീസ തീരുമാനിച്ച കാര്യം തന്നെയല്ലായിരുന്നോ ഇങ്ങനെയൊരു നടപടി? അല്ല, ഒരിക്കലുമല്ല. അവരങ്ങനെ തീരുമാനിച്ചതാകാൻ ഒരു വഴിയുമില്ല. അത് അവർ തന്നെ അവരുടെ വാക്കുകളിലൂടെ അവർ പ്രകടമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മാപ്പപേക്ഷയിൽ അവർ രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നടപടികൾ എല്ലാ ഘട്ടത്തിലും പല പാർട്ടികളും നടപടികളൊക്കെ എടുക്കാറുണ്ട്. അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. സമാനമായ രീതിയിൽ അതേ വിഷയത്തിൽ തന്നെ നിലപാട് ആവർത്തിക്കുമ്പോൾ അത് അത്രയും പരസ്യമായി തന്നെ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിൽ അവർ ആവർത്തിച്ചുവെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്നെങ്ങനെ പറയാൻ കഴിയും ശ്രീ അഷ്റഫ് അലി? അല്ല, നമ്മൾ അതുകൊണ്ടാണല്ലോ അവരിൽ നടപടി ഉണ്ടായത്. അവരിൽ പാർട്ടി അച്ചടക്ക അതിനുശേഷമോ മാറ്റുക എന്ന നടപടി അവർക്ക് വേണമായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് സാധിച്ചില്ല. അതുകൊണ്ടാണ് നിലപാട് ആവർത്തിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അവരങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു, ഒരു നടപടി എടുത്തു എന്നുള്ളതിനെ കുറിച്ച് ആ തരത്തിലുള്ള വലിയ ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമില്ല.
ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുഖ്യധാരയിൽ ഇടം കൊടുക്കും, പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു മുഖ്യധാരയിൽ ഇടം കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയിലെ ആരും തന്നെ മുതിരാൻ പാടില്ല. BJP കേരളത്തിൽ തൊട്ടുകൂടാത്ത പാർട്ടി തന്നെയാണ് എന്നുള്ള വളരെ കൃത്യമായൊരു മെസ്സേജാണ് ഈ നടപടിയിലൂടെ നേരത്തെ ഇവിടെ സലീം ഒക്കെ സൂചിപ്പിച്ചതുപോലെ മതേതര പെടേണ്ട ഒരാളായി ഖമറുന്നിസ അൻവർ എന്ന മുതിർന്ന ലീഗ് നേതാവ് മാറുന്നു. അതൊരു ട്രാപ്പാണ്, അല്ലെങ്കിൽ തനിക്കൊരു നാവു പിഴവ് പറ്റിയതാണ് എന്ന് അവർ തന്നെ മാപ്പപേക്ഷ നൽകുന്നു. വീണ്ടും ആ ട്രാപ്പിലേക്ക് തന്നെ പോകാൻ അവർ നിശ്ചയിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ ശ്രീ അഷ്റഫ് അലി പറഞ്ഞ കാര്യങ്ങൾ ആപ്പാടെ അംഗീകരിക്കാൻ താങ്കൾ തയ്യാറാകുന്നുണ്ടോ? ഞാൻ ലീഗിനെ അല്ല കുറ്റപ്പെടുത്തുന്നത്, ഇവിടെ ശ്രീ ഖമറുന്നിസ എടുത്ത നിലപാടിനെ കുറിച്ച്. അല്ല സൗമ്യ, ഇതിൽ സൗമ്യ പറഞ്ഞ ഒരു പ്രശ്നത്തിൽ എനിക്കൊരു ചെറിയ ഒരു നേരിയ അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇത് ഖമറുന്നിസ അൻവർ എന്ന് പറയുന്ന ഒരു വനിതാ ലീഗ് നേതാവിന്റെ ജാഗ്രതക്കുറവോ പിഴവോ, അതല്ലെങ്കിൽ കുറെ കൂടി നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അവരുടെ ഒരു അപജയമൊക്കെ അത് പൂർണ്ണമായും ലീഗ് നേതൃത്വം അസന്നിഗ്ധമായി നിരാകരിച്ചിരിക്കുന്നു. അവര് ലീഗിന്റെ നേതൃനിരയിൽ അവർ ഈ പറഞ്ഞതിന് ശേഷം അവർക്ക് ഉണ്ടാവാൻ കഴിയുന്നില്ല. അവരാദ്യം മാപ്പപേക്ഷ നൽകിയപ്പോൾ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു സവിശേഷമായ പാരമ്പര്യം അവർക്ക് മാപ്പ് നൽകിയിട്ടുണ്ടാവാം. പക്ഷെ മാപ്പ് നൽകിയതിനു ശേഷവും ഒരു വിശകലനത്തിൽ, അല്ലെങ്കിൽ ഒരു വിശദമായ ഒരു വിശകലനത്തിൽ ഈ ഖമറുന്നിസ അൻവറിനെ പോലെയുള്ള ഒരാള് ഒരു യാദൃച്ഛികമാകാം, പിഴവാകാം, ഏത് കാരണങ്ങൾ കൊണ്ടാവാമെങ്കിലും ഇവിടെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ ഈ കൊടിഞ്ഞി ഫൈസൽ ഉൾപ്പെടെയുള്ള അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ പ്രചാരകന്മാരെ അതിനെ ന്യായീകരിക്കുകയും അതിൽ പ്രതികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന BJPക്ക് ആ തിരൂരിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് സംഭാവന നൽകുകയും അവരുടെ ഫണ്ട് പിരിവിന് ഒരു വലിയ മഹത്വവൽക്കരണം നൽകുകയും ചെയ്ത ഒരു നടപടി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ലീഗ് നേതൃത്വം കൃത്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് നിന്നുകൊണ്ട് ഇനി ഖമറുന്നിസ അൻവറിനെ ന്യായീകരിക്കേണ്ടോ പ്രതിരോധിക്കേണ്ടോ ബാധ്യത എൻ്റെ സ്നേഹിതൻ അഷ്റഫിക്ക് ഇല്ല എന്ന് സൗമ്യയുടെ ചോദ്യത്തിനുമായി ഞാൻ പറയുന്നു. രണ്ടാമതായി ഒരു കാര്യം, അവിടെയാണ് ഈ മലപ്പുറത്ത് ഇവിടെ സുരേന്ദ്ര ബാബു പറഞ്ഞത് BJPയുടെ വോട്ട് കുറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ നിലപാട് കൊണ്ടാണെന്നാണ്. കൃത്യമായ തെറ്റിദ്ധാരണയാണ്. ഞാനും അഷ്റഫ് അലിയും ഒക്കെ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്തുണ്ടായിരുന്ന ആളുകളാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ കേരളത്തിലെ ഏത് ലോക്സഭാ നിയമസഭാ വോട്ടർമാരെ കൂടുതൽ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതാണ്. മലപ്പുറം തെരഞ്ഞെടുപ്പിന് ആദ്യമായി കമ്മ്യൂണലൈസ് ചെയ്യാൻ ശ്രമിച്ചത്, BJPയോടൊപ്പം ശ്രമിച്ചത് കോടിയേരി ബാലകൃഷ്ണനാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ജനാധിപത്യ കേരളത്തിൽ മതനിരപേക്ഷ നിലപാടുമായി എല്ലാ സാഹചര്യങ്ങളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നയിച്ച ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയായി നിൽക്കുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളിലെ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരു തീവ്ര സംഘപരിവാറിന്റെ മുഖമുള്ള ഒരാളോട് ഉപമിച്ചുകൊണ്ട് മലപ്പുറത്ത് ഈ ശ്രമം തുടങ്ങി വെച്ചത് കോടിയേരി ബാലകൃഷ്ണനാണ്. അത് മാത്രമല്ലോ, കോടിയേരി ബാലകൃഷ്ണനോട് ലക്ഷ്യമിട്ടത് ഇപ്പോൾ ഇവിടെ സുരേന്ദ്ര ബാബു പറഞ്ഞതുപോലെ അവിടെ ഹിന്ദു വോട്ടുകൾ അവിടെ LDF സമാഹരിച്ചു, CPM സഹകരിച്ചു എന്ന രീതിയിലുള്ള പ്രചരണം, അത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ്. അവിടെ CPM ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്, ഒരു വശത്ത് ഇത് ചെയ്യുമ്പോൾ മറുവശത്ത് CPM ചെയ്തത് അവിടെ മുസ്ലിം വർഗീയതയും അവർക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു വലിയ പ്രചരണം നടത്തിയിരുന്നു. അവരുടെ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ കുന്തമരി എന്തായിരുന്നു? PK കുഞ്ഞാലിക്കുട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഞങ്ങളൊക്കെ സംഘപരിവാർ നടക്കുന്ന പോരാട്ടത്തിന് മുമ്പിൽ മടിച്ചു നിൽക്കുന്ന ആളുകളാണ്, സന്ധിയില്ലാതെ പോരാടുന്നത് CPM ആണെന്നുള്ള ഒരു പ്രചരണം നടത്തി അവിടെ മുസ്ലിം
തീവ്രവാദ വോട്ടുകൾ സമാഹരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ അവിടെ നടത്തി എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആളുകൾക്ക് ബോധ്യമാകാൻ ഞാൻ തിരികെ ഈ ചർച്ചയിലേക്ക് വരികയാണ്. ഏതായാലും 13-ാം തീയതി പ്രവർത്തക സമിതി യോഗം നടക്കാനിരിക്കുകയാണ് ലീഗിന്റെ. ഒരുപക്ഷെ ഇവിടെ ശ്രീ അഷ്റഫ് അലിയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒരു നടപടിയിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ലീഗിനാകുമോ? അതിനും അപ്പുറത്തേക്ക് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവർ ഇങ്ങനെ ഒരു ആവർത്തിച്ച് നിലപാട് എടുക്കേണ്ടി വന്ന കാരണത്തെ ലീഗ് കണ്ടുപിടിക്കാതെ അത് ചർച്ച ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നൊരു വിശ്വാസം ലീഗിലുണ്ടോ? അല്ല, അതിനകത്ത് ഒരുപക്ഷെ 13-ാം തീയതിക്ക് ശേഷം ഇവർക്ക് പറയാൻ കഴിയുമായിരിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അഷ്റഫ് അലി അടക്കം സത്യത്തിൽ ആ വാസ്തവികതയെ അഭിമുഖീകരിക്കുന്നതിൽ ഭയപ്പെടുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പൂർണ്ണമായി അവർക്ക് സംസാരിക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ കാര്യം. അതാണ് ഞാൻ പറയുന്നത്. സലീം, ഈ ഒരു ദിവസം കഴിഞ്ഞ് പിന്നീട് നടപടി സ്വീകരിച്ചു. നടപടി എന്താ? വനിതാ ലീഗിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മേധാവി സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി. സംഘടനയിൽ അവരുടെ പൊസിഷൻ നമുക്കറിയില്ല. അത് നമുക്ക് മൊത്തത്തിൽ ഇത് എങ്ങനെ എടുക്കുന്നു, എങ്ങനെ കളയുന്നു നമുക്കറിയാത്തതുകൊണ്ടാണ്. ആ സംഘടനയുടെ കാര്യത്തിൽ അവർ പ്രാഥമിക അംഗത്തിലുണ്ടോ, അതിനകത്ത് തന്നെ വനിതാ ലീഗിൽ നിന്ന്, അതോ ലീഗിൽ നിന്ന് തന്നെ പുറത്താണോ നമുക്കറിയില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. ഇനി അടിയന്തര കാരണം എന്തായിരുന്നു നടപടി എടുക്കുന്നതിന്? ആദ്യം പറഞ്ഞതാണെങ്കിൽ ആദ്യം എടുക്കണം. അതെടുത്തില്ല. മറിച്ച് അവർ പറഞ്ഞത് തനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ ഒരു ആത്മപരിശോധന നടത്താൻ തയ്യാറായിരുന്നത് കൊണ്ട് നടപടി വേണ്ടെന്ന് തീരുമാനിച്ചു. ശരി, പിന്നീടാണല്ലോ നടപടി എടുക്കുന്നത്. അതിൻ്റെ റീസണാണ് പ്രധാനം. അത് പറയുന്നില്ല. പഴയ കഥ പറയരുത്, അത് പരിഹരിക്കപ്പെട്ടതാണ്. ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും പാണക്കാട് ശിഹാബ് തങ്ങൾക്ക് വിവരം ലഭിക്കുന്ന രീതിയിൽ അത് തന്നെ ആവർത്തിക്കുന്നു. അതിന് കാരണം പറയുന്നില്ല അഷ്റഫ് അലി. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. നിങ്ങളുടെ മൗനത്തിലാണ് അത് കിടക്കുന്നത്. ഞാൻ വെറുതെ ചികഞ്ഞ് നോക്കിയതാണ്. ഞാൻ പറഞ്ഞത് ശരിയാവണമെന്നൊന്നുമില്ല. 13-ാം തീയതി നിങ്ങൾ മീറ്റിംഗ് കൂടി ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് തെളിഞ്ഞാൽ പോലും ഞാനാണ് വരുന്നത് ഞാൻ വിചാരിക്കാനും പോകുന്നില്ല. നിങ്ങൾ അപ്പോഴത് പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ കണക്കിലെടുക്കുകയുള്ളൂ. അതാണ് സലീം സംസാരിക്കേണ്ട വിഷയം. പിന്നെ മറ്റൊരു കാര്യം, ഹിന്ദു വോട്ടുകൾ കൂടുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. കൃത്യമായും അവിടെ ഈ BJPയുടെ ലക്ഷ്യമെന്താ? ഇന്ത്യയിൽ മലപ്പുറം പോലെ ഒരു സംസ്ഥാനം വേറെ ഇല്ല. അതൊരു യൂണിക് എക്സാമ്പിളാണ്. കേരള രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒരു ഉരുക്കു കോട്ടയിൽ മാത്രമേ നിങ്ങളീ പറയുന്ന വലിയ വിഭാവനം ചെയ്യുന്ന ഈ മലപ്പുറം ജില്ലയ്ക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ലീഗ് തന്നെ ആധുനികവൽക്കരിക്കപ്പെടണം. MSFകാരനാണല്ലോ, പറയണം. ലീഗ് തന്നെ ആധുനികവൽക്കരിക്കപ്പെടാതിരുന്നാൽ, അഥവാ ജനാധിപത്യവൽക്കരിക്കപ്പെടാതിരുന്നാൽ, അഥവാ ഇന്ത്യൻ സമൂഹത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന, മറിച്ച് കേരള സമൂഹം ഇന്ത്യൻ ഫാസിസത്തെ എതിർക്കാൻ പാകത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജനാധിപത്യ മാനദണ്ഡങ്ങളിലേക്ക് ലീഗ് എന്ന സമുദായം എത്തുന്നില്ല എങ്കിൽ അപകടകരമായ സൂചനയാണത്. അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അത് എത്തുന്നില്ല എന്നതാണ് മൊയ്യീൻ ഹാജിയെ പോലെയുള്ള ആൾക്കാരുടെ, രണ്ടുപേരും അതിന് മറുപടി പറയാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ആളുകൾ പെണ്ണുങ്ങൾ എന്തിനാ വന്ന് സംസാരിക്കുന്നു എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ആ സമുദായത്തിനകത്ത് കൃത്യം ചോദ്യമാണ്. പക്ഷെ കേരളത്തിൽ അത് കൃത്യം ചോദ്യമല്ല. ആ ചോദ്യത്തിലേക്കാണ് പിടിക്കാൻ പോകുന്നത്. അത് നമ്മളൊക്കെ സഹിക്കും, ക്ഷമിക്കും. കാരണം ഫാസിസ്റ്റ് വിരുദ്ധ വികാരങ്ങൾ ആ സമുദായത്തിനുണ്ട്. പക്ഷേ അതല്ലല്ലോ BJP ചെയ്യാൻ പോകുന്നത്. ആ അപകടം പറഞ്ഞാൽ പോലും മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിയേക്കാൾ മെച്ചമാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് സംസാരിക്കേണ്ട സമയമല്ല ഇത്. അത് മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. അതിൻ്റെ ആശങ്ക അവിടെയാണ് കിടക്കുന്നത്. ഒന്ന്. പിന്നെ മറ്റൊന്ന് നോക്കുക, ഇങ്ങനെ വരുമ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഒരു വലിയ സ്ഥാനമങ്ങ് നൽകുന്നു കമറുന്നാസ് ഈസയ്ക്ക്. അങ്ങനെ നൽകുന്ന അവസ്ഥ വന്നാൽ ഈ മലപ്പുറം എന്ന യൂണിക് എക്സാമ്പിളിനെ, ആ യൂണിക്കായിരിക്കുന്ന അവസ്ഥയെ പൊളിക്കാൻ അവർ ശ്രമിക്കും. പൊളിക്കാൻ ഏതൊക്കെ രീതിയിലാണ് ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ആ രീതിയിലേക്കുള്ള നീക്കത്തിൻ്റെ ഭാഗമാണോ, അതിനനുസരിച്ചാണോ, അതിനാനുപാതികമാണോ ഈ നടപടി? ഞാനിത് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ വളരെ ഉന്നതനായ ഒരു നേതാവിന് ഇപ്പോൾ എന്തിന് ഉത്തരേന്ത്യയിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു? ഇതുവരെ തോന്നാത്തത്. അഹമ്മദ് മൺമറഞ്ഞു, അദ്ദേഹത്തിനെ കുറിച്ച് കുറ്റപ്പെടുത്തുമൊന്നുമല്ല. അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റേച്ചറിനൊപ്പം ഒരു നേതാവേ അല്ല നിങ്ങളുടെ പാർട്ടിയിൽ. അപ്പോൾ പിന്നെ ഇദ്ദേഹം തന്നെ പോകേണ്ടി വരുന്നത്. സക്കീർ നായിക്കിൻ്റെ അനുഭവമുണ്ടല്ലോ അഷ്റഫ് അലി. സക്കീർ നായിക്കിന് തൊട്ടപ്പോൾ ഇവിടെ ലീഗിന് വേദനിച്ചത് എന്താണ്? സക്കീർ നായിക്ക് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് മാതിരി തീവ്രവാദി അല്ല എന്ന് ലീഗിൻ്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ലേ? സക്കീർ നായിക്കിന് ഇപ്പോൾ ഇന്ത്യയിൽ വരാൻ പറ്റുമോ? UAPA വെച്ച് അകത്തായി പോവും.
അങ്ങനെ അകത്താക്കപ്പെടുന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാവ് പോകേണ്ടി വന്നത്. കാരണം വിശ്വസിച്ച് ആശ്രയിക്കാൻ അവിടെ കോൺഗ്രസ് ഇല്ല. സലീമിൻ്റെ പാർട്ടിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളുടെ നേതാവിന് മനസ്സിലായതുകൊണ്ടാണ് പോകേണ്ടി വരുന്നത്. അങ്ങനെ ഒരാൾ പോവുകയും ഇവിടെ ഒരു സ്ത്രീ ഇങ്ങനെ പറയുകയും ചെയ്താൽ ഞാനൊക്കെ പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്? വിഷമമുണ്ട്. അതാണ് വ്യക്തമാക്കുന്നത്. 13-ാം തീയതി താങ്കളുടെ കമ്മിറ്റിയിൽ ഇത് പറയും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് ശ്രീ അഷ്റഫ് അലി, ഒരു ഭാഗത്ത് ഈ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ വലിയ പടയൊരുക്കം നടത്തുന്നു. അത് ഒരുപക്ഷെ പാർട്ടി സംഘടനാ തലത്തിലൊക്കെ ശക്തിപ്പെടുത്തിയ തരത്തിലുള്ള നിലപാടുകൾ സമീപകാലത്ത് ഉണ്ടായതൊക്കെ അതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. അവിടെയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദം ഉയർത്തിയ ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം BJP നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ട്രാപ്പ് എന്ന രീതിയിൽ തന്നെ ഒരുപക്ഷെ അവർ ആ നിലപാട് ആവർത്തിക്കുന്നതിലൂടെ ആവർത്തിച്ച് BJPക്ക് അവരെ ഉപയോഗപ്പെടുത്താനാകുന്നു എന്നതാണ്. അവിടെ ഒരു ഫണ്ട് പരിപാടിയുമായി ബന്ധപ്പെട്ടല്ല, ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ നേതൃയോഗങ്ങളിലടക്കമുള്ള ഒരു ചർച്ചകളിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നത് അവരുടെ വലിയൊരു വിജയമാണ്. ഒരുപക്ഷെ ആ ഒരു അപകടകരമായ ഒരു അവസ്ഥ ഇവിടെ ശ്രീ വാസുദേവൻ ബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യമായി ഗൗരവതരമായി ചർച്ച ചെയ്ത് മാറ്റി നിർത്താൻ ലീഗിനാകണം. ആ വിധത്തിലായിരിക്കുമോ കാര്യങ്ങൾ? ശ്രീ അഷ്റഫ് അലി. ഇവിടെ ഇടതുപക്ഷ ചിന്തകരും അതുപോലെ തന്നെ അതിന് നിരീക്ഷകരുമൊന്നും ആശങ്കപ്പെടുന്നത് പോലെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നല്ല കാര്യം. ഇപ്പം നേരത്തെ ഇവിടെ വസുന്ധരബാബു പറഞ്ഞു മലപ്പുറത്തെ ഒരു പ്രത്യേക യൂണിറ്റായി എടുത്താലെന്ന്. മലപ്പുറത്തെ പ്രത്യേകമായി യൂണിറ്റായി എടുക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിൽ ഇതുപോലെ യൂണിറ്റായി എടുക്കാവുന്ന പ്രദേശങ്ങളുണ്ട്. മലപ്പുറത്തെ യൂണിറ്റായി എടുക്കാവുന്നത് പോലെ തന്നെ എടുക്കാവുന്ന ഒന്നാണ് ബംഗാളിലെ മുർഷിദാബാദ്, അതുപോലെ തന്നെ ബീഹാറിലെ കിഷൻഗഞ്ച് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ. പക്ഷേ അവിടെയൊന്നും അവിടുത്തെ ജനങ്ങൾ കാണിക്കാത്ത ഒരു മതനിരപേക്ഷതയും ഒരു സെക്യുലർ സ്വഭാവവും എന്തുകൊണ്ട് മലപ്പുറത്തെ ജനങ്ങൾ കാണിച്ചു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതുപോലെയുള്ള ഒരു സാഹചര്യം ഈ ഖമറുന്നിസ അൻവറിൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ അനാവശ്യമായി മറ്റുള്ള മേഖലകളിലേക്ക് പോയി BJPക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ ചർച്ചയെ നിങ്ങൾ കൊണ്ടുപോകരുത്. കാരണം എന്തുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിച്ചു, ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതൊക്കെ വളരെ സുവ്യക്തമായ കാര്യമാണ്. അഹമ്മദിൻ്റെ ആബ്സെൻസിലേക്ക് അതുപോലത്തെ പ്രാമാണികനായ ഒരു നേതാവിനെ മുസ്ലിം ലീഗ് അയക്കുകയാണ്. അതൊക്കെ വളരെ അപ്രീഷ്യബിളായി കേരളീയ സമൂഹം ഏറ്റെടുത്ത കാര്യമാണ്. പക്ഷേ അവിടെയും നിങ്ങൾ സാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകളെ ഒക്കെ പറഞ്ഞ് ഹിന്ദു വർഗീയതയെ ഉണർത്തുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് തന്നെയാണ് ഇവിടെ പലപ്പോഴായി CPM-ഉം CPM അനുകൂല ആളുകളും അനുവർത്തിച്ചു വരുന്ന നയം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ പോലും ഉണ്ടായത് എന്താണ്? പലപ്പോഴായി CPM-ന്റെ ആളുകളിൽ നിന്നും അവരുടെ സഹയാത്രികളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്താണ്? അവർ മുസ്ലിം ലീഗിനെ വർഗീയമായി അടച്ചാക്ഷേപിക്കുന്നു. പലപ്പോഴും BJP പോലും പറയാത്ത കാര്യങ്ങൾ ലീഗിനെതിരെ ആരോപിച്ചുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് അവർ മതേതരമാണ് എന്ന് വരുത്താനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വോട്ട് ബാങ്ക് CPM-ന് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ലീഗിനെതിരെ വർഗീയത ആരോപിക്കുകയാണ്, ലീഗിൻ്റെ പ്രവർത്തികൾ വിമർശിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഗുണവും CPM ലഭിക്കുന്നില്ല. ആ ഗുണം മുഴുവൻ ലഭിക്കുന്നത് BJPക്കാണ്. അതാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. ആ തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തികളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തി കേന്ദ്രീകൃതമായോ അതല്ലെങ്കിൽ സാക്കിർ നായിക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പോകുന്നു എന്നുള്ളതല്ല. ഇന്ത്യയിൽ നിരവധിയായ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളും പിന്നാക്കക്കാരും ഉൾപ്പെടെയുള്ള ദളിതരുൾപ്പെടെയുള്ള വലിയൊരു സമൂഹം പ്രയാസത്തിലാണ്. അവർക്കെതിരിൽ പല ഭരണകൂട ഭീകരതകൾ ഉണ്ടാകുന്നുണ്ട്, പല ഗൂഢാലോചന ഉണ്ടാകുന്നുണ്ട്, പല നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയണം. ഞങ്ങൾ ഒരിക്കലും തന്നെ കോൺഗ്രസ് അതിന് പര്യാപ്തമല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അതുണ്ടായി. ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താണ്? മതേതരത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇന്ത്യയെ നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള അതിശക്തമായ ഒരു മതേതര ബദലുണ്ടാവണം. അതിൽ CPM ഉൾപ്പെടെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ തരത്തിൽ ലീഗ് നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട്. അത്തരം ഒരു വിശാലമായ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഇവിടെ ഉണ്ടായ, നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ യാദൃശ്ചികമായി ഉണ്ടായ ഖമറുന്നിസ അൻവറിന്റെ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ ഇതാ BJPക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്ന രൂപത്തിലുള്ള ചർച്ചകൾ യാദൃശ്ചികത എന്നതിൽ അതിനെ ഊന്നി തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഖമറുന്നിസ അൻവർ ഒരു യാദൃശ്ചികത അല്ല എന്നുള്ളതാണ് അവർ ആ നിലപാട് ആവർത്തിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അതിനെ താങ്കൾ തള്ളിക്കളയുമെന്ന് കരുതുന്നില്ല. ആ അപകടകരമായ അവസ്ഥ അത് ലീഗ് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അത്തരത്തിലുള്ള ചർച്ചകൾ വേണം. എന്താണ് അതിന് പിന്നിലെ കാരണം? ആ കാരണത്തെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇത്തരം കാര്യങ്ങൾ തള്ളിക്കളയാനാകുമോ ശ്രീ സലീം?
അല്ലെ സൗമ്യ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് യാദൃച്ഛികയാകാം, പിഴവാകാം, അപജയമാകാം, എന്താണെങ്കിലും അതിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച ഒരു നിലപാടിനെ ബാസുരേന്ദ്ര ബാബു അപ്രീസിയേറ്റ് ചെയ്യേണ്ടതല്ലേ? രണ്ടാമത്തെ വിഷയം, പി.കെ. കുഞ്ഞാലിക്കുട്ടി എൻ്റെ അറിവിൽ സക്കീർ നായിക്കിനെ ഡിഫെൻഡ് ചെയ്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വേറെ ആരുടെയും കാര്യം ഞാൻ അത്ര പറയുന്നില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളുമൊക്കെ കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്ന മതനിരപേക്ഷ നിലപാട്, പ്രത്യേകിച്ചും ബാബറി മസ്ജിദ് കത്തി നിൽക്കുന്ന കാലത്ത് പോലും മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി ചോര പോലും വീഴാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് പാണക്കാട് തങ്ങളുടെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വീകരിച്ച ഒരു നിലപാടാണ്. അത് സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. വളരെ എനിക്ക് വളരെ ചുരുക്കം കാര്യമേ പറയാനുള്ളൂ. അഷ്റഫ് അലി പറഞ്ഞതുമാതിരി ഞാൻ യൂണിറ്റ് എന്നല്ല പറഞ്ഞത്, യൂണിക്, അനന്യം. അത് നിങ്ങൾക്ക് അനുകൂലമാണ്. അനന്യമായ ഒരു അനുഭവമാണ് മലപ്പുറം ജില്ല. അവരെ അതിനെ അങ്ങനെ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കമറുന്നീസയുടെ സംബന്ധിച്ച് ഞാൻ നടത്തുന്ന ഒരാലോചന ഇതിവിടം കൊണ്ട് തീരും എന്ന് ഞാൻ കരുതുന്നില്ല. അത് നിങ്ങളും കരുതുന്നില്ല. പക്ഷേ നിങ്ങളത് കുറച്ച് കാണുന്നില്ല എന്ന് ഞാനും കരുതുന്നുണ്ട്. ശരിയാണ്, കുറച്ചൊന്നും കാണുന്നില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ചല്ലോ, സലീം പറഞ്ഞതുമാതിരി സക്കീർ നായിക്കിനെ കുറിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആധികാരികമായി ഞാൻ പറയുന്നു. അല്ലെങ്കിൽ അഷ്റഫ് അലി പറയണം, ആധികാരികമായി അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. സക്കീർ നായിക്കിനെ വിദേശത്തേക്ക് പോയതിനു ശേഷം വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹം അവനെ ചോദ്യം ചെയ്തു. ഞാനിതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഖമറുന്നീസയെ തടയാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന അവസ്ഥ, അപായങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 13-ാം തീയതി പരിഹരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഏതായാലും ഖമറുന്നീസ വിഷയം അങ്ങനെ അവസാനിക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് ഉള്ളത്. ശ്രീ അഷ്റഫ് അലി ആവർത്തിച്ച് നടപടിയെ, ഇപ്പോൾ ലീഗ് എടുത്തിരിക്കുന്ന നടപടിയെ ആരും തള്ളിക്കളയുന്നില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് എന്തുകൊണ്ട് അവർ ആ നിലപാട് ആവർത്തിച്ചു, അങ്ങനെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള കാരണമായിരിക്കണം ലീഗ് ഇനി ചർച്ച ചെയ്യേണ്ടത്. ആ വിധത്തിലുള്ള ചർച്ചകൾക്കായിരിക്കും ഏതായാലും 13-ാം തീയതി നേതൃയോഗം, പ്രവർത്തക സമിതി യോഗം അടക്കം നടക്കുന്നുണ്ട്. ഏതായാലും ആ വിധത്തിലായിരിക്കും കാര്യങ്ങൾ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ ബാസുരേന്ദ്ര ബാബു, ഒപ്പം ശ്രീ പി.എ. സലീം, ശ്രീ അഷ്റഫ് അലി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.